ഹലോ, എല്ലാവർക്കും ദാസ് പിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൊമ്പന്മാരുടെ വീഡിയോസ് നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം ദൃശ്യത്തിനെ പറ്റി ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് എല്ലായിടത്തും വരുന്നത്. അപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ട് ചില കൊമ്പന്മാരുടെ, കാരണം ഇവർ പറയണതെന്ന് പറഞ്ഞാൽ ദൃശ്യം പോലൊരു ഫ്രാഞ്ചൈസിയുടെ തേർഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സംഭവം എന്തിനു വേണ്ടി ഇറക്കി എന്നുള്ളത് ഒരാൾ ചോദിക്കണ്ടായി. തീർച്ചയായിട്ടും ഒന്നാമത്തെ സിനിമ ഇറക്കിയപ്പോൾ രണ്ടാമതതിന് സ്കോപ്പ് ഉണ്ടെന്ന് ഓൾറെഡി ജിത്തു ജോസഫ് കണ്ടിട്ടുണ്ടാവും. മൂന്നാമത്തേന് ഒരു ചാൻസ് വെച്ചിട്ടാണ് ഓൾറെഡി അവർ നിർത്തിയത്. അപ്പൊ മൂന്നാമത്തെ സിനിമ എന്തിനു ഇറക്കിയെന്ന് ചോദിക്കുന്ന പ്രസക്തിയില്ല. ഏറ്റവും മാർക്കറ്റുള്ള സാധനം വീണ്ടും വീണ്ടും നമ്മൾ ഈ ഇറക്കി വിടുന്നത്, മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യൽ സൈഡിൽ നോക്കിയാൽ അത് ലാഭത്തിന് വേണ്ടിയാണ്. ചില ആളുകൾ ചില ഭാഗങ്ങളൊക്കെ എടുക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞ പര്യവസാനിച്ച സംഭവമാണെന്നൊക്കെ പറയും. അത് അവരുടെ ഇഷ്ടം. ഇപ്പൊ ഈ ദൃശ്യം പോലൊരു ഏറ്റവും മാർക്കറ്റുള്ള ഒരു സിനിമ വീണ്ടും വീണ്ടും ഇറക്കുക, അത് കാണാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറക്കണം. അത് കാണാൻ ഒരു പറ്റം പ്രേക്ഷകർ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നീണ്ട 13 വർഷത്തോളം ഏതെങ്കിലും ഒരു ക്രിമിനൽ ഇവിടെ പോലീസിന്റെ കയ്യിൽ അകപ്പെടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജോർജ് കുട്ടി ആയിരിക്കും. നമ്മുടെ ലാലേട്ടൻ അതിമനോഹരമായിട്ട് 1ഉം 2ഉം അഭിനയിച്ചു കഴിഞ്ഞ് ഇതിപ്പോ ഒന്നുകൂടി മനോഹരമായിട്ട് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്ന സംവിധായകന് ഈ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസി കൊണ്ട് ഇത്രയും ഹൈറ്റ്സിലേക്ക് ആ ഒരു സിനിമയെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾ ഇന്ത്യ അതിന്റെ റീമേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം മോഹൻലാൽ എന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു നടനെ വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ഒറ്റയാൾ പ്രകടനം എന്ന് എടുത്തു പറയേണ്ട ഒരു കാരണം, ഓൾ ഓവർ എല്ലാവരും ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു പ്രകടനം അത് നമുക്ക് സൂക്ഷ്മതലത്തിൽ നിന്നല്ല, ഒരു ബേസിക് ആയിട്ട് നമുക്ക് നോക്കിയാൽ പോലും നമുക്ക് ആ ഒരു ഭാവപ്രകടനങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥാപാത്രങ്ങളും കഥയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും, നിങ്ങൾക്ക് കാണാനുള്ള സസ്പെൻസാവും ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ 2.25 മണിക്കൂർ ഉണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാ ഷോട്ടും എല്ലാ സീനും സസ്പെൻസ് നിറച്ചു വെച്ചാണ് നമുക്ക് മുന്നിലേക്ക് ഇറക്കി വിടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് സിനിമയുടെ എങ്ങനെയാണ് കാണിക്കണമെന്ന് പറഞ്ഞാൽ നോർമലി ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഫസ്റ്റ് ഹാഫ്. ഒരു നോർമൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലേക്ക് വേണ്ടിയുള്ള ഒരു ജേണി മാത്രമാണ് ഫസ്റ്റ് ഹാഫ്. ഒരുപാട് ആളുകൾ ലാഗാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത്. നമ്മുടെ ഫഹദിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് 20 മിനിറ്റത്തേക്ക് വേണ്ടി ഒരു ക്ലൈമാക്സ് വെച്ച ഒരു സിനിമ ഉണ്ടല്ലോ, വരത്തൻ സിനിമയൊക്കെ പോലുള്ള ഒരു ക്ലൈമാക്സ്. ഇപ്പൊ ഓൾറെഡി ഒരു നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നമ്മുടെ ജോർജ് കുട്ടി ഈ ഒരു സിനിമയിൽ കുറച്ചുകൂടി ഒരു നോർമൽ 1ഉം 2ഉം ലാലേട്ടന്റെ ഒരു സ്വഭാവ സവിശേഷത അല്ല ഈ ഒരു സിനിമയിലുള്ളത്. അപ്പൊ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് മോഹൻലാൽ ഇതിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് പുള്ളിയുടെ ആക്ടിങ്ങിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ ഫേസും പുള്ളിയുടെ മാനേഴ്സുകളും ബോഡി ലാംഗ്വേജൊക്കെ ഇപ്പൊ മാറി സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ആ ഫേസിൽ ആ പുള്ളിയുടെ ഒരു നോർമൽ ആ ഒരു നാച്ചുറൽ സ്റ്റൈലൊക്കെ വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടി പുള്ളി നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ മീനയുടെ അഭിനയം ഒരു ടിപ്പിക്കൽ ഒരു മീൻ 1ഉം 2ഉം പോലത്തെ ഒരു അഭിനയം, വേറെ കൂടുതലായിട്ട് അങ്ങനെ കാഴ്ചവെക്കാനുള്ള ഒരു സ്പേസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നോർമലി ആ ഒരു അഭിനയം. പിന്നെ അൻസിബക്കും ഒരു നോർമലി ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഡയലോഗ് ഡെലിവറി ഉള്ളത് നമ്മുടെ എസ്തറിനാണ്. ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ദൃശ്യം പോലൊരു ഫോർമാറ്റ് സിനിമ ചെയ്യാൻ നേരത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല ക്യാമറ വർക്ക്, നല്ല എഡിറ്റർ, നല്ല മ്യൂസിക്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള സതീഷ് കുറുപ്പാണ് ഇതിൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ദൃശ്യം അല്ലാതെ അൻവർ പോലുള്ള സിനിമകൾ, ഇഷ്ടംപോലെ സിനിമകൾ പുള്ളി ക്യാമറ ചെയ്യുന്ന, അതായത് ഓൾറെഡി നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ വിനീത് VS എന്ന് പറഞ്ഞ ഒരു എഡിറ്ററാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, വിനായക് VS. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഈ ഒരു സിനിമക്ക് ത്രില്ലർ പോലൊരു സിനിമക്ക് എങ്ങനെയാണ് മ്യൂസിക് വേണ്ടത്, ആവശ്യത്തിന് മ്യൂസിക് ഇടണം, എല്ലാ സമയത്തൊന്നും സൈലന്റ് ആക്കണം. സൈലന്റ് ആണ് പല സമയത്തും ഒരു പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു സിനിമകളിലൊക്കെ. അത് ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു മ്യൂസിക് ആണെങ്കിലും BGM ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും നല്ല മെർജ് ചെയ്ത് നല്ല രീതിയിൽ സമന്വയിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ അഭിനയം പെർഫോമൻസ് വൈസ് ഈ സിനിമയിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് സിനിമയുടെ പോരായ്മകളെന്ന് തോന്നിയത്, സിനിമ പല സ്ഥലങ്ങളിലും സ്ക്രീൻ പ്ലേ, നമുക്ക് ദൃശ്യം അല്ലെങ്കിൽ മെമ്മറീസ് ജിത്തു ജോസഫിൻ്റെ സിനിമകളിലെല്ലാം
മുഴച്ചിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിലൊക്കെ വരുന്നത് ഒരു സ്ക്രീൻ പ്ലേ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യും. കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കഥ ശരിക്കും പറഞ്ഞൊരു ആവറേജ് കഥയാണ്. പക്ഷെ അത് ജിത്തു ജോസഫിന്റെ സിനിമയിലെല്ലാം ക്ലൈമാക്സിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമയിൽ സ്ക്രീൻ പ്ലേ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കാരണം ചില നമ്മൾ ഓവടിക്കേണ്ട സ്ഥലത്തുനിന്ന് ഈ ഒരു ഷോട്ടുകളും സീനുകളൊക്കെ മാറിപ്പോയ പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. കാരണം ഈ അവസാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ക്ലൈമാക്സ് വന്ന പോലത്തെ ഒരു ഫീൽ വന്നു. പക്ഷെ ഓൾ ഓവർ ഇതെല്ലാം ഒരു മോഹൻലാൽ എന്ന നടന്റെ പ്രതിഭമുണ്ട്, മറികടന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. പിന്നെ സംവിധായകൻ ഒരു ദൃശ്യം പോലൊരു സിനിമ ചെയ്താൽ മാത്രം മതി, അതിന് കുറച്ച് ട്വിസ്റ്റ് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം തന്നെ നടന്നോളും എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കാണാൻ നേരത്ത് നമുക്ക് തോന്നുള്ളൂ. കാരണം ഓൾറെഡി ഒരു പവർഫുൾ കണ്ടന്റ് ഇതിന് പുറകിലുണ്ട്, ഓൾറെഡി ഒരു നല്ലൊരു കഥയുണ്ട്, ഓൾറെഡി വീണ്ടും വീണ്ടും കഥ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ സിദ്ദിഖ്, മുരളി ഗോപി ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. സിദ്ദിഖിന് കുറച്ചുകൂടി ഒരു സ്പേസ് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. മുരളി ഗോപി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റാത്തൊരു ക്യാരക്ടർ, അതൊന്ന് സ്പോയിലറായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. സിനിമ എന്തായാലും ഓൾ ഓവർ നല്ല കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിനിമയെക്കുറിച്ച് ഒന്നുകൂടി പറയാനുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ലാലേട്ടൻ്റെ പ്രകടനം ഈ ഒരു ദൃശ്യം 2 സിനിമയിൽ, 1 നമുക്കറിയാം മികച്ച പ്രകടനമാണ്, 2 വരാൻ നേരത്ത് പുള്ളിയുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ മാറിപ്പോകും, താടിയുണ്ട്. 3 വരാൻ നേരത്ത് താടി ഉണ്ടെങ്കിലും പുള്ളി നൈസായിട്ട് നല്ല കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു സിനിമയെ കുറിച്ച് എല്ലാ മൂപ്പന്മാരും വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം. വേറെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോഹിനിയാട്ടം പോലുള്ള സിനിമകളൊക്കെ ഈ ഒരു പാറ്റേൺ പിടിച്ചൊരു നെഗറ്റീവ് ഡാർക്ക് സൈഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമാണ് അതിന് തുടക്കം ഇട്ടത്. അപ്പൊ ഇതും ഏകദേശം അതുപോലെ തന്നെ. എന്തായാലും നോക്കാം, നമുക്ക് ഒരു വീഡിയോ കൂടി ഇതിനെപ്പറ്റി ചെയ്യാണ്ട്. ആ വീഡിയോയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.